ശബരിമലയിലെ വാവർ സ്വാമിയുടെ മുന്നിലിരുന്ന് കാണിക്കായി കോടികൾ വാരിയെടുക്കുന്നവർ ഒരേ ഒരു ദിവസം പോലും അയ്യപ്പ സ്വാമിയെ ദർശനം ചെയ്യാത്തവരാണ്. എനിക്കിത് നേരിട്ടറിയാം. ബാക്കി പറയുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇവരെ സന്നിധാനത്ത് കുടിയിരുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. 4. തൊഴിൽപരമായ സഹകരണത്തെ മതസൗഹാർദ്ദം എന്ന് വിളിച്ചാൽ അത് മതപരമായ ചടങ്ങുകളിൽ നുഴഞ്ഞു കയറാനുള്ള ലൈസൻസായി മാറുമോ? 5. ബഹുദൈവാരാധനയെ എതിർക്കുന്നവർ ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗമാകുമ്പോൾ അത് വൈരുദ്ധ്യമല്ലേ? 6. പഴശ്ശിരാജാവിന്റെ ഭരണകാലത്തെ സാമൂഹിക വ്യവസ്ഥയെ ഇന്നത്തെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി വളച്ചൊടുക്കുകയല്ലേ? 7. ഇത്തരം ചെറിയ പ്രതീകാത്മക നീക്കങ്ങൾ ഭാവിയിൽ വലിയ ആചാര ലംഘനങ്ങൾക്ക് തുടക്കമിടില്ലെന്ന് ഉറപ്പുണ്ടോ? 8. ഹിന്ദു ക്ഷേത്രങ്ങളിലെ വരുമാനവും പ്രാധാന്യവും വർദ്ധിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്തരക്കാർ പാരമ്പര്യ അവകാശം ഉന്നയിച്ച് രംഗത്തെത്തുന്നത്? 9. ക്ഷേത്ര ഭാരവാ